Hello all, welcome back to my YouTube channel. This is Therese Matthew. ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കോളേജിലെ ഇൻ്റർ ബാച്ച് ആർട്സ് ഫെസ്റ്റിവലായ യൂഫോറിയയുടെ വീഡിയോയാണ്. ഇത് ആക്ച്വലി ഒരു 3 to 4 months മുമ്പ് നടന്ന ഒരു ഇവൻ്റാണ്. ആൻഡ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. സോ ആദ്യത്തെ സ്റ്റേജ് ഇവൻ്റായ തിരുവാതിരയിൽ ഫസ്റ്റ് വാങ്ങി തന്നെയായിരുന്നു ഞങ്ങളുടെ ബാച്ചിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. തുടക്കത്തെ ആ ഒരു പോയിന്റ് പട്ടികയിലുള്ള മുന്നേറ്റം. യൂഫോറിയയിൽ ഏറ്റവും രസമുള്ള സംഭവം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ പ്രോഗ്രാം ഒരു സ്റ്റേജിലെ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നതാണ്. അത് ഭയങ്കര രസമാണ്. സിഒക്കെയിലുള്ള തിരുവാതിര കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഓൾഡ് ഓഡിറ്റോറിയത്തിൽ നെക്സ്റ്റ് പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാച്ചിലെ അടുത്ത പ്രോഗ്രാം, അതായത് മെയിൽ ഇവൻറ്റ്സ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആ ഒരു പ്രോഗ്രാം ഭരതനാട്യം കുച്ചിപ്പുടി എന്തോ ആണെന്ന് തോന്നുന്നു, ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. അത് തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ഓടി. ആൻഡ് യൂഫോറിയയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേജിൽ ഇങ്ങനെ മാറി മാറി നമ്മുടെ ബാച്ചിൻ്റെ എത്തുമ്പോഴത്തേക്കും പോയി സപ്പോർട്ട് ചെയ്യുക. അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. സോ എല്ലാത്തിനും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നിങ്ങൾക്ക് ഞങ്ങളുടെ ബാച്ചിൻ്റെ പേജ് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഫുൾ വീഡിയോസൊക്കെ കാണാം. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ മെയിൻലി മെയിൽ ഡാൻസേഴ്സ് മിക്കവരും പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. പക്ഷേ ബാച്ചിന് വേണ്ടിയിട്ട് യൂട്യൂബിലും അല്ലാണ്ടൊക്കെ നോക്കി ഒരുപാട് കഷ്ടപ്പെട്ട്, വേറെ ഇവൻറ്റ്സിനുള്ളവരായിരിക്കും, എന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് കേട്ടോ മിക്കവരും ബാച്ചിന് വേണ്ടിയിട്ട് സ്റ്റേജിൽ ഇറങ്ങുന്നത്. ആൻഡ് അന്ന് വൈകുന്നേരം മലയാളം റെസിറ്റേഷൻ ഉണ്ടായിരുന്നു. ഞാനും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ റെസിറ്റേഷൻ 2 വീഡിയോസ് ഞാൻ കാണിക്കാവേ. ആൻഡ് എൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് യൂട്യൂബിൽ ഇടാം. ആൻഡ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ കാണണം കേട്ടോ. നെക്സ്റ്റ് ഡേ മുതലുള്ള ഇവൻറ്റ്സ് ഞാൻ ഇനി കറക്റ്റ് ഓർഡറിലൊന്നും അല്ല കാണിക്കാൻ പോകുന്നത്. എല്ലാത്തിൻ്റെയും കുറച്ച് പാർട്സെങ്കിലും എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ കുറച്ച് മാത്രമായിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ കാണാം. അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ ബാച്ചിൻ്റെ പേജിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇതിലിഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ആരോഹ ബാച്ചിൻ്റെ പേജിൽ നോക്കി കാണാവുന്നതാണ് കേട്ടോ.
ഇത് ഞങ്ങളുടെ ബാച്ചിലെ ഒരു ഫാഷൻ ഷോയാണ്. 2 ഫാഷൻ ഷോ ഞങ്ങളുടെ ബാച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് മെഡിസ്കിറ്റ്. അപ്പോൾ ഗൈസ് നമ്മുടെ ബാച്ചിൽ നിന്ന് 2 മെഡിസ്കിറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് മെഡിസ്കിറ്റിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നു. ആൻഡ് ഈ മെഡിസ്കിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ പ്രാക്ടീസ് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലായിരുന്നു. എല്ലാവരും ഒരുമിച്ചുള്ള ഫസ്റ്റ് റിഹേഴ്സൽ സ്റ്റേജിലായിരുന്നു. ആൻഡ് ഈ സ്കിറ്റിന് ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടി. കാരണം അത്രത്തോളം അതിൻ്റെ ഡയലോഗ്സൊക്കെ എഴുതി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ ആദ്യമായിട്ടാണ് സ്റ്റേജിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തത് അന്ന്. എന്നിട്ട് ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടി. ആൻഡ് ഫസ്റ്റ് കിട്ടിയ മെഡിസ്കിറ്റും ഞങ്ങൾ ആകെ ഒരു ദിവസം കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കരുത് അത് ഭയങ്കര മോശമായിരുന്നു, ഉള്ളതിൽ മോശമായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡൊക്കെ കിട്ടിയെന്ന്. പക്ഷെ അങ്ങനെയല്ല, വളരെ നല്ല സ്കിറ്റായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് തന്നെ അഭിപ്രായവും പറഞ്ഞത്. എൻ്റെ മെഡിസ്കിറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ഓൾഡ് ലോബിയിലേക്ക് പോയി. ആൻഡ് കാരണം ഞങ്ങൾക്ക് നെക്സ്റ്റ് ഇവൻ്റ് വീഡിയോ കൊറിയോ ആയിരുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് ഇന്ദിരൻ്റെ പാട്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമായിരുന്നു. അതുമാത്രമല്ല ഞങ്ങളുടെ പ്രോപ്പൊക്കെ ഇപ്പം കുറേ പേര് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ, പടമൊക്കെ വരച്ചാണ് ഞങ്ങളുടെ മിക്ക പ്രോപ്പും സെറ്റ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് വീഡിയോ കൊറിയാണ്. സോ മെഡിസ്കിറ്റ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും പ്രോപ്പൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ ഡ്രസ്സ് എന്തിനാണ് ഫസ്റ്റ് വീഡിയോയിലുള്ളത്. സോ അത് ഡ്രസ്സ് ഇങ്ങനെ സെറ്റാക്കിയിരിക്കുകയാണ്. ഹായ് ഗൈസ്, ജൂനിയർ ആണ്. ഇത് ജൂനിയർ ആണ്, 24 ബാച്ച്. My name is Nihal, 24 batch. This is Jay, 24 batch. This is Mithun, 24 batch. We are part of the band. നമ്മൾ യൂഫോറിക്ക് ഇറങ്ങാൻ പോവാണ്. ചേച്ചി ചെയ്തിട്ടുള്ള ഞാനിതാ ഇപ്പം വീഡിയോ കൊറിയോക്ക് ഇപ്പം നമ്മുടെ മെഡിസ്കിറ്റ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ കൊറിയോ. ഓൾ ദി ബെസ്റ്റ്. ഇപ്പം സമയം 1:31. ഞങ്ങൾ സിയോക്കയിലിരിക്കുകയാണ്. കാരണം ഇപ്പം വീഡിയോ കൊറിയോ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ആൻഡ് ഇനി നെക്സ്റ്റ് ബാൻഡാണ്. ബാൻഡിൻ്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. ആൾക്കാരിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ ഇവൻറ്റ്സ് ഉണ്ട്. എനിക്ക് ഇവൻറ്റ്സ് ഇല്ല, പക്ഷേ നാളെയാണ് ഇവൻറ്റ്സ് ഉണ്ടാവുന്നത്. വെളുപ്പംകാലം 2 മണി നമ്മുടെ സിയോക്കെ വെച്ചിട്ട് ഇപ്പം ബാൻഡ് തുടങ്ങിയിട്ടില്ല. 1:30 ആയപ്പോഴാണ് എല്ലാം വീഡിയോ കൊറിയോ തീർന്നത്. ഇപ്പൊ ഏകദേശം ബാൻഡ് തുടങ്ങും. ഇപ്പൊ ഒരു 5 മിനിറ്റിനുള്ളിൽ ബാൻഡ് തുടങ്ങുമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ വെറുതെ നടക്കുന്നു. 5 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂർ 2:30 ഒക്കെ ആവുമായിരിക്കും മിക്കവാറും തുടങ്ങുമ്പോൾ. അത് തീരുമ്പോഴത്തേക്ക് മിക്കവാറും പിറ്റേ ദിവസം വെളുപ്പ് 6 മണി. അല്ല, പിറ്റേ ദിവസം അല്ല, ഇന്ന് വെളുപ്പിന് 6 മണി. അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോയി കിടന്ന് ഒരു 10 മണിയാകുമ്പോൾ 8 മണിയാകുമ്പോൾ വരും. ഞങ്ങൾ തിരിച്ച് വീണ്ടും വരും.
ഓക്കെ, ഇങ്ങനെ ഇരുന്നാലും നമ്മൾ മൺഡേ പോസ്റ്റിങ്ങിന് കേറിയിരിക്കും. യെസ്, അതുകൊണ്ട് തന്നെ മൺഡേ നമ്മൾ കേറിയിരിക്കും. ഇതാണ് ഞങ്ങൾ പോസ്റ്റിംഗ് എക്സാം ആണ് മൺഡേ ഇവർക്ക്. എനിക്ക് പോസ്റ്റിംഗ് ട്യൂസ്ഡേ ആണ്. ഓക്കെ, ഞാൻ പറയാൻ വന്നത് അതല്ല. എൻ്റെ കൂടെ നിങ്ങൾ കാണുന്നത് നന്നുവും നവമിയും ആണ്. അപ്പോൾ ഈ വീഡിയോ എവിടെയും ഞാൻ പോസ്റ്റ് ചെയ്യത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നന്നുവൊക്കെ ഇങ്ങനെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ ഞാനാണെങ്കിലും ഈ വെളുപ്പിന് 2 മണിയൊക്കെ ആയതുകൊണ്ട് എന്തൊക്കെയോ ബോധമില്ലാണ്ട് പറയുന്നതാണ്. പക്ഷേ എനിക്ക് കണ്ടപ്പം ഭയങ്കര ഒരു ഇത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത്രയും ടൈമൊന്നും ആരും ഇരുന്ന് കാണത്തില്ലായിരിക്കും തോന്നുന്നു. വീഡിയോസ് കുറേ ടൈം ഉണ്ടല്ലോ. അപ്പം അഥവാ ആരെങ്കിലും കാണുവാണെങ്കിൽ വെറുതെ ഇട്ട് തന്നേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ മൂവി സ്പൂഫാണ് കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറേ ഒന്നും കട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങളുടെ ബാച്ചിൻ്റെ ആരോഹ പേജിൽ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവന്റെ ശ്വാസം ഒരാഴ്ചയിലായിരുന്നെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കായിരുന്നു. ഇവന് CRPF കൊടുക്കാം. അത്ര കഴിയാം. ഇപ്പൊ കളിക്കാം. അയ്യോ, ആരാ എവിടെന്നാ? ഇതെന്താണ് പള്ളിപ്പെരുന്നാൾ നടത്തിയ പ്ലോട്ടാ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇവ പൊട്ടണം. നിന്റെ ഊരും കുടിയും എവിടെയാണ്? എന്റെ വീടിന് ആധാരവുമില്ല. എനിക്കാണെങ്കിൽ ആധാർ കാർഡുമില്ല. ചുരുക്കി പറഞ്ഞ നീ ആരോരും ഇല്ലാത്തൊരു അനാഥ പയ്യൻ ഡോൾഫിൻ. ആരും ഇല്ലാത്തവർക്ക് ഇവിടെ ഒരാളുണ്ടടാ, നമ്മുടെ മല്ലു. മല്ലു? അതെ, പഞ്ചാബി ഹൗസിലെ മല്ലു സിംഗ്. കേട്ടിട്ടില്ലേ? പഞ്ചാബി ഹൗസ്, മല്ലു സിംഗ്. എന്നാ പിന്നെ അങ്ങോട്ട് പോകാം. ഇതാണ് പഞ്ചാബി ഹൗസ്. ഇവിടെ മല്ലുവാണ് എല്ലാന്ന് പറഞ്ഞാൽ എല്ലാം. ഇവിടെ ഒരു ഇല അറിയ മല്ലു അറിയും. പക്ഷേ അതിനേക്കാളും മുന്നേ നീ അറിയും മല്ലുവിന്റെ പെങ്ങന്മാരെ നീ നോക്കിയ. പെങ്ങന്മാരോ? മോളെ ഇത് നോക്കി ആരോ പറയും. അതായത് റോക്കി. ഇതാണ് മല്ലുന്റെ ഇളയ പെണ്ണ് രഞ്ജു. ഇതിനേക്കാളും മൂത്തതുണ്ടോ? ഉണ്ട്. ഇനിയുണ്ട് 2 എണ്ണം. മൂത്തത് മഞ്ജു, നടുക്കത്തത് ചിഞ്ചു. ഇവര് 3 പേര്. അതാ പഞ്ച് കിട്ടിയപ്പോഴേ മനസ്സിലായി. അപ്പോ ബാക്കി 2 പേരും? അതായത് നോക്കി, ഇത് സ്പൂഫല്ലേ? എല്ലാരെയും കൂടെ കൊണ്ടുവരാൻ പറ്റുവാ? ഇവരെ കാര്യം ഇവരെക്കാൾ കഴിക്കണം നീ മഞ്ജുവിന്. എന്നിട്ടാ മല്ലുകളുടെ ശ്രദ്ധിച്ചു കേൾക്കണം. കടലിൽ നിന്ന് കിട്ടിയതാ മുതലാളി. കോടീശ്വരന്റെ മുതലാളി, കോടീശ്വരൻ. അവന്റെ കയ്യിരിക്കുന്ന കൈലാസല്ല, നനഞ്ഞു പോയി. ഒന്നും വായിക്കാൻ പറ്റി. മുതലാളി, ഇവനിവിടെ എന്തെങ്കിലും പണി കൊടുക്കണ്ടേ?
പാവോട് പണിയെടുപ്പിച്ച് കൊല്ലാം. ഇന്നലെ കൂടി രണ്ടുപേരും പണിക്കെടുത്തതേ ഉള്ളൂ. പശുവിനെ നോക്കാൻ ആളുണ്ട്, കഞ്ഞി വെക്കാൻ ആളുണ്ട്. പിന്നെ കൊടുക്കും. നിനക്കുള്ള ജോലി ചെയ്യാൻ എന്ത് യോഗ്യതയാണുള്ളത്? പശുവിന്റെ മേൽ കൈവയ്ക്കുന്നവനൊന്നും കാവക്കാരനുമാകില്ല, കൈവയ്ക്കുന്നവനൊന്നും ഷെഫുമാകില്ല. എന്റെ യോഗ്യത എന്താണെന്ന് എന്നെ പണിക്കെടുത്തവന് മാത്രമേ അറിയൂ. എനിക്ക് ഒരു കാര്യം ചെയ്യും, ആ ഇരിക്കുന്ന ഷൂസ് പോളിഷ് ചെയ്യും. 8 ഷൂ പോളിഷ് ചെയ്യുമ്പോഴായിരുന്നു എനിക്ക്, മരുന്ന് കിട്ടിയതായിരിക്കും. അല്ല 9ാം. പുഷ്പമോനെ, അവിടെ നിധി എന്തെങ്കിലും ഉണ്ടോ നോക്കണേ. ഞാൻ പറഞ്ഞതല്ലടാ, ഇവിടെ ഒന്നും ഇല്ലടാ. നീ ആത്മാർത്ഥമായിട്ടൊന്ന് തപ്പ്. ഇവിടെ ഒന്നും ഇല്ല. ഉണ്ട്, എന്തോ ഉണ്ട്. എന്താന്ന് വെച്ചാൽ പൊക്കി എടുക്കണ അങ്ങോട്ട്. ഇനിയിപ്പോ ഇതിനകത്തായിരിക്കും വരുണിന്റെ എല്ല്. അതിനകത്താ, അതിനകത്ത് നിധിയാ. ഞാനൊന്ന് നോക്കട്ടെ. ചെല്ലക്കിളി നീയാ, പേടിച്ചു വയ്യല്ല. നീയല്ലേ പറഞ്ഞത് നിനക്ക് വീട് വിട്ട് എങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ നീ എങ്ങനെ ഇവിടെ എത്തി പറയും. നിങ്ങൾ എനിക്ക് ശാപമോക്ഷം തന്നു. ഞങ്ങളോ? അതെ, നിങ്ങൾ തന്നെ. ആ കുടം തുറന്നപ്പോൾ എനിക്ക് മോക്ഷം കിട്ടി. അപ്പോ ഞങ്ങളെ നീ ചതിക്കായിരുന്നല്ലേ? ഇതിനകത്ത് നിധി ഉണ്ടെന്ന് പറഞ്ഞ് ചതിച്ചതവളല്ല. നിങ്ങളോ? രാമനപ്പൻ, അയാ രാമനാഥൻ. എന്തിന് നിങ്ങളത് ചെയ്തു? ഇവൾക്ക് വേണ്ടി, ഇവളെ കിട്ടാൻ ഞാൻ ഒരുക്കിയ പ്ലാനായിരുന്നു. അതിന് എനിക്ക് 3 മണ്ടന്മാരെ ആവശ്യമായിരുന്നു. ആ 3 മണ്ടന്മാരാണ് ഞാൻ കണ്ടെത്തിയ നിങ്ങൾ 3 പേര്. അപ്പോൾ നിധിയോ? നിധി. ഇവളാണ് എന്റെ ആ നിധി. ഈ പുഷ്പവനത്തിൽ പുഷ്പയുടെ പാട്ട് മാത്രം മതിയടാ. ഈ പാട്ട് മാറ്റടാ. ഇത് മൂവി സ്പൂഫിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്കായിരുന്നു കേട്ടോ ഫസ്റ്റ് കിട്ടിയത്. അത് അത്ര പ്രസ്റ്റീജ് ഇഷ്യൂവിൻ്റെ ഒരു സ്പൂഫ് തന്നെയായിരുന്നു. അപ്പം ഫസ്റ്റ് കിട്ടിയതിന് ശേഷമുള്ള ഞങ്ങളുടെ ആഘോഷമാണ് ഈ കാണുന്നത്. ആൻഡ് ഞങ്ങളുടെ ലാസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് കൊറിയോ നൈറ്റ് ആയിരുന്നു. മൊത്തത്തിൽ യൂഫോറിയയുടെ ലാസ്റ്റ് ഇവൻറ്റ്. ആൻഡ് ലാസ്റ്റ് ഇവൻ്റായ കൊറിയോ നൈറ്റിന് ഞങ്ങൾക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ആൻഡ് കൊറിയോ നൈറ്റിലെ പിള്ളേർ അത്ര ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവർ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ലാസ്റ്റ് ഇവൻറ്റും കൂടെ പ്രൈസ് കിട്ടിയിട്ട് പിന്നെ ഫൈനലി നമ്മൾ കപ്പ് ആരോഹാന്ന് കപ്പ് പൊക്കുമ്പോൾ അത് ഒരുപാട് സന്തോഷമാണ്.
ഇത് 24 ബാച്ചിൻ്റെ കൊറിയോ നൈറ്റാണ്. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അവരുടെ കൊറിയോ നൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തന്നെയായിരുന്നു. നമ്മുടെ ബാച്ച് അപ്പം കൊറിയോ നൈറ്റ് റിസൾട്ട് വരാൻ ടൈമിൽ ഭയങ്കര ടെൻഷനായിരുന്നു, നമ്മുടെ ബാച്ചിന് കിട്ടുമോ 24-ന് കിട്ടുമോ എന്ന്. കാരണം ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു. എന്നിരുന്നാലും നമുക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ആൻഡ് സെക്കൻഡ് കിട്ടിയത് 24 ബാച്ചിനായിരുന്നു. ഈ ദിവ്യപ്രപഞ്ചത്തിലെ ഒരു ചെറു അവിടെ ജീവനുണ്ടായി. ഭൂമി ജീവൻ പല രൂപങ്ങളായി. നമ്മുടെ നാടിന്റെ ദുർവിധിക്ക് എങ്ങനെ പരിഹാരം കാണും? നമുക്ക് ദൈവത്തെ കാണാം. നമ്മുടെ നാടിനെ ദൈവം കാത്ത് രക്ഷിക്കും. ദൈവമേ, നിങ്ങളായ ദുരന്തമാണ്, അത് നിങ്ങൾ തന്നെ സഹിച്ചു. പോയിന്റ് മുമ്പിൽ ദൈവമേ, വിഷമിക്കുന്ന മക്കളെ നിങ്ങളെ രക്ഷിക്കും. നമ്മളെ രക്ഷപ്പെടുത്തില്ല, നശിപ്പിക്കും. ഇത് യൂഫോറിയയിലെ സെക്കൻഡ് ഡേയിലെ വീഡിയോയാണ് കേട്ടോ. ഞാൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോയാണ്. പ്രൈസൊന്നും കിട്ടിയില്ല. ഞാൻ നമ്മുടെ അമ്മയുടെ പ്രസവ വേദന എന്ന് പറയുന്ന ആ ഒരു വിഷയം വെച്ചിട്ടായിരുന്നു ഫാൻസി ഡ്രസ്സിന് നിന്നിട്ടുണ്ടായിരുന്നത്. തെരുവിൻ്റെ ഒരു മുഖം, മഴയുടെ കുറുക്കൻ തുള്ളികൾ. അങ്ങനെ എല്ലാ ഇവൻറ്റ്സും ഞങ്ങളുടെ ഫൈനൽ ഇവൻ്റായ കൊറിയോ നൈറ്റും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട്, അതിനു മുമ്പ് തന്നെ നമുക്കറിയായിരുന്നു ഞങ്ങൾ തന്നെയാണ് ചാമ്പ്യൻസ് എന്ന്. എന്നാലും റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമായി. കാരണം യൂഫോറിയയിൽ ചാമ്പ്യൻസ് ആവുക എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ അത്രയും ദിവസത്തെ കഷ്ടപ്പാടും, അത് പ്രോഗ്രാം അവതരിപ്പിച്ചവരുടെ മാത്രമല്ല, അതിന് ബാക്കിൽ നിന്ന് പ്രവർത്തിച്ചവർ, പിന്നെ പ്രോപ്സ് ഉണ്ടാക്കിയവർ, അങ്ങനെ മൊത്തത്തിലൊരു കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത്. സോ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അതിനുശേഷം കുറേ പടക്കമൊക്കെ പൊട്ടിച്ചു. അങ്ങനെ ഞങ്ങളുടെ യൂഫോറിയ കഴിഞ്ഞു. ആൻഡ് ഇത്രയും ദിവസങ്ങൾക്ക്, അതായത് എനിക്ക് തോന്നുന്നു മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. അത് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അതിന് ഇടയിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യം, എഡിറ്റ് ചെയ്യുന്ന കാര്യം ഞാനത് മറന്നേ പോയായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. എന്നാലും കുറേ ഈ ഇവൻറ്റ്സിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ കുറേ ഇവൻറ്റ്സ് ഞാൻ ഇടാത്ത വീഡിയോസ് ഉണ്ട്. ലൈക്ക് എൻ്റെ മെഡിസ്കിറ്റിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി, അപ്പോൾ അത് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് ആരോഹ ബാച്ചിൻ്റെ, നമ്മുടെ ബാച്ചിൻ്റെ പേജിൽ അതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണണമെങ്കിൽ പോയി കാണാം. എൻ്റെ സ്കിറ്റിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല. പിന്നെ എന്താ വീഡിയോ കൊറിയോയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാനും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും വീഡിയോ ബാച്ച് പേജിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പോയി കാണാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് പ്രോപ്സ് ഉണ്ടാക്കുന്നതാണെങ്കിലും. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരുടെയും കഷ്ടപ്പാട് വിജയിച്ചു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ TMCയിൽ ജോയിൻ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.